അധികം കാലൊന്നും വേണ്ട. ഈ ഒരു വിസ്മയ ഭരണ കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത്. പുതുപ്പള്ളിയുടെ കുഞ്ഞുനും പാലായുടെ കുഞ്ഞുമാണിയും മലപ്പുറത്തിന്റെ കുഞ്ഞാപ്പയും ചേർന്നുള്ള ഒരു മഹാവിസ്മയ കേരളത്തിൽ നടക്കുന്നത്. ആ വിസ്മയം ഇങ്ങനെ കണ്ടപ്പോ എല്ലാരും പറയുന്നുണ്ട്, കുഞ്ഞാപ്പാനോട് ചോദിച്ചിട്ട് എന്തും കുഞ്ഞുഞ്ഞു തീരുമാനിക്കൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കുക, ഉമ്മൻചാണ്ടി എന്താ വേണ്ട, അടുത്തെന്താ വേണ്ട, ഇതെന്താ വേണ്ട, എല്ലാ കാര്യങ്ങളും ചോദിക്കുക. കേന്ദ്രത്തിലോ ഏതൊരു രാജ്യത്തിലേക്ക് വിരുന്നു പോകണമെങ്കിൽ മൻമോഹൻ സിംഗ് പറയും ഈ അഹമ്മദ് പോട്ടെ. എന്താ കാരണം? അതൊരു മജ്ലിസിക്ക് പറ്റണ മുത്ത. ആ ഈ അഹമ്മദിനെ അങ്ങനെ പറഞ്ഞേക്കും, പോവും. ഞാൻ പറയാറുണ്ട്, ടി കെ ഹംസൊക്കെ പറയും കായബ കഴുകണ്, എന്ത് കായബ കഴുകണ് തന്നെ. ഈ ചങ്ങായിന് അവനാന്റെ മഹലിലെ ഹൗല് കേൾക്കാൻ വിളിച്ചിട്ടുണ്ട്. അതുവരെ അയാളാണ് നമ്മളെ കായബ കഴുകണില്ലേ. നമ്മളെ നേതാക്കന്മാര് അടിയില്ലേ. ഇപ്പൊ ഈ അഹമ്മദ് സാഹിബ്, ഞങ്ങൾക്കൊക്കെ ഇതിനോടൊരു ഇഖ്ലാസ് ഉണ്ട്. ഇപ്പൊ കരിപ്പൂർ എയർപോർട്ടിൽ ഹജ്ജാജികൾ പോകുമ്പോ കൊടി വീശുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിലിന്റെ വിളിയാളം കേട്ടു പോകുന്ന അള്ളാഹുവിന്റെ അതിഥികളായ ഹജ്ജാജികളെ, നിങ്ങൾ പോയി വിധിണ്ടെങ്കിൽ ഞങ്ങളും പിന്നാലെ വരും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. എന്താ പാലോളി മൈമുട്ടിയൊക്കെ വീശുമ്പോ ഇതിനോട് വല്ല ബന്ധമുണ്ടോ? ഉംറക്ക് പോയതിന് വിശദീകരണം ചോദിച്ച പാർട്ടി ഹജ്ജിന് കൊടി വീശണയിൽ എന്ത് ഇഖ്ലാസാ ഉള്ളത്? പാലോളി മൈമുട്ടിയൊക്കെ വീശണേന്റെ അർത്ഥം എന്താ? നിങ്ങൾ വിട്ടോ, നമ്മളേതായാലും ഇല്ല, നിങ്ങൾ വിട്ടോ. അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പൊന്നുമക്കളെ, പുന്നാര പൂക്കോയ തങ്ങളും പൂമുത്ത് CH മുഹമ്മദ് കോയ സാഹിബും പൂന്തേൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പൂമുത്തം കൊടുത്ത് ഹരിതവർണത്തിന്റെ മാറ്റുകൂട്ടി പട്ടുട ചാർത്തിയ ഈ പച്ച പതാക ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും അനുവദിക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.